ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് സംഭാരം തയ്യാറാക്കാം. ഈ വേനൽ ചൂടിന് ആശ്വാസമായിട്ട് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റിങ്കാണ്. ഞാൻ അതിനായിട്ട് ഇവിടെ നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ മൺകലത്തിലാണ് കേട്ടോ ഈ സംഭാരം തയ്യാറാക്കുന്നത്. ഒരു കപ്പ് നല്ല കട്ട തൈര് മൺകലത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ. നല്ല പുളിയുള്ള തൈര് വെച്ച് സംഭാരം തയ്യാറാക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി ഈ വിസ്ക് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങ് മാറിപ്പോവും. ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ തൈര് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ സംഭാരത്തിൽ ചതച്ച് ചേർക്കാനായിട്ട് ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 ചുവന്നുള്ളി. ഇനി സ്പെഷ്യലായിട്ട് ഞാൻ ചെറുനാരകത്തിൻ്റെ ഒരു ഇലയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ആദ്യം നമുക്ക് ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇടികല്ലിലിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. ഒരുപാടങ്ങ് പേസ്റ്റ് രൂപത്തിൽ ചതച്ചെടുക്കണ്ട കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ മതിയാവും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ചുവന്നുള്ളി അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം ഇത് സംഭാരത്തിൽ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. അപ്പം ചുവന്നുള്ളി എടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇഞ്ചി ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ഇഞ്ചിയൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇഞ്ചി നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക് 3 നുറുക്കിയതിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ കാന്താരി എടുക്കാവുന്നതാണ്. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളക് എടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് എരിവ് നമുക്കിതിൽ ആവശ്യമില്ല. ഞാനിവിടെ ചെറുനാരകത്തിൻ്റെ ഇല ഇതുപോലെ കൈകൊണ്ട് ഞെരടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇഞ്ചിയുടെ കൂടെ ഒക്കെ ഇട്ട് ചതച്ചു വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും ഇതുപോലെ ഞാൻ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ ആ ഫ്ലേവർ മോരിൽ നന്നായിട്ട് പിടിച്ച് കിട്ടണം. വളരെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യം വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം പുളിയുള്ള നല്ല കട്ട തൈര്, 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഈ 1 കപ്പ് തൈര് വെച്ചിട്ട് നമുക്ക് 4 ഗ്ലാസ് സംഭാരം തയ്യാറാക്കാം. ഇതിലേക്ക് പാകത്തുള്ള ഉപ്പുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മൺകലത്തിൽ തയ്യാറാക്കുമ്പോൾ ഈ സംഭാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ യാത്ര പോകുന്ന സമയത്ത് നല്ല ചൂട് സമയങ്ങളിൽ വഴിയോരങ്ങളിലൊക്കെ ഇതുപോലെ മൺകലത്തിൽ സംഭാരം വയ്ക്കാൻ കിട്ടും. അങ്ങനെ കുടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇവിടെ സംഭാരം തയ്യാറാക്കുന്നത്. ഒരുപാടങ്ങ് തിക്കും അല്ല, ഒരുപാടങ്ങ് ലൂസും അല്ല. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഫ്ലേവർ മോരിൽ പിടിച്ച് കിട്ടും. സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന, ശരീരത്തിന് ഒട്ടും ദോഷം ചെയ്യാത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.